അത് മൊത്തം ഒന്ന് ബ്ലാക്ക് അടിക്കണം. നമ്മുടെ ഈ സൈഡും പിന്നെന്താ ഫ്രൈഡേ ബേബേ ലവ് യു ബേബേ ഇല്ലാണ്ടാണ് കിടന്നത്. എടാ തുണിയില്ലാണ്ട് കിടന്ന് നോക്ക്, നല്ല രസം കിടന്നുറങ്ങാൻ. യോ ഗൈസ്, നമ്മുടെ ചിണ്ടൻ അങ്ങനെ ഫെയ്ഡൊക്കെ അടിച്ചിരിക്കുകയാണ്. ചിണ്ട മുടി കാണിച്ചു കൊടുത്ത്. ഓ യേ ഗൈസ്, ചെറുക്ക അങ്ങനെ മാരക ലുക്ക് ആക്കണ്ട, ഫെയ്ഡ് അടിച്ച് വെച്ചിരിക്കണ്ട. യേ ഇൻസ്പയർഡ് ഫ്രം മീ ഗൈസ്. ചിണ്ട ഡോണ്ട് റൺ അവേ. ചിണ്ട why are you running bro? Yo, good morning guys, what is up? എല്ലാവർക്കും സുഖമല്ലേ guys? എന്തായാലും നമ്മുടെ ബിഗ് ബോയ് ഒക്കെ സഫാരി അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ വെള്ള ഒരു ക്രോം കണ്ടില്ല ഗൈസ്, ഒരു രസമില്ലല്ലോ, കാണാൻ ഒരു ഭംഗിയൊന്നും ഇല്ല. ഇത് ഭംഗിയുണ്ടാവും, അത്യാവശ്യം ഭംഗിയുണ്ട്. അത് സത്യം ഭംഗി ഇല്ലമ്മ, ഭംഗിയുണ്ട്. വണ്ടി മാറാൻ ലുക്കാണ്, ഭയങ്കര ബീസിയാ. പക്ഷെ ഈ ക്രോം കണ്ടിട്ട് മറ്റേ വെള്ളിപ്പല്ല് വെച്ച് കണക്കിരിക്കണം, ഈ ഇങ്ങനെ ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഡീക്രോം ചെയ്യാൻ ആലോചിക്കണം. ആക്ച്വലി നമ്മളിവിടെ പെയിന്റ് അല്ല യൂസ് ചെയ്യാൻ പോണത്, മറിച്ച് നമ്മൾ കുറച്ച് സ്റ്റിക്കർ അടിച്ച് ഇത് ഡീക്രോം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത് ഗൈസ്. ഇവിടെ അടിക്കും, ഈ സൈഡിൽ അടിക്കും, ഇവിടെയും കൂടെ അടിക്കാൻ നോക്കും ഗൈസ്. ടോട്ടലി അടിക്കുമ്പോൾ വണ്ടി ഒരു വിത്തറുടെ ബീസ്റ്റി പവർഫുൾ ബസ്സിൽ ലുക്ക് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് യു തിങ്ക് ബേബി, വാട്ട്സ് ഗോണ ഹാപ്പൻ? അടിപൊളി ലുക്ക് ആയിരിക്കും ഇല്ലയോ? അതെ അതെ, പറ എങ്ങനെ ഇരിക്കും? എനിക്കറിയത്തില്ല, അടിക്കട്ടെ. എന്താ കുഴപ്പം, ഇപ്പൊ നല്ല സൂപ്പർ വണ്ടിയല്ലേ. ആണ്, എന്നാലും ഗൈസ് ഇത്രയോടെ ഒന്ന് ക്രോം ചെയ്ത് ഇത്രയോടെ അടിപൊളി ആകുന്നില്ല മമ്മി? ആവുമായിരിക്കും. അപ്പൊ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ദാറ്റ് ഈസ് വി ആർ ഗോണ ഡീക്രോം നമ്മുടെ ബിഗ് ബോയ്. അച്ഛാ എന്താണ് പറയാനുള്ളത്? കമന്റ്സ്, എനി കമന്റ്സ്? മറ്റേ നശിപ്പിച്ചാലും ഇതേലും പെയിന്റ് എല്ലാം വരുത്തേക്ക് ഗൈസ്. അച്ഛനൊരു കളർ സെൻസ് ഇല്ല. ഫ്രൈഡേ 2 കളർ അടിച്ചപ്പോൾ അച്ഛൻ പറയാം നശിപ്പിച്ചെന്ന്. എന്റെ ഫ്രൈഡേയുടെ ബ്യൂട്ടി കണ്ടിട്ടുണ്ടോ ഗൈസ്? ഞാൻ കാണിച്ചു തരാം. അച്ഛൻ പറയാം നശിപ്പിച്ചെന്ന്. ഫ്രൈഡേ ബേബേ ലവ് യു ബേബേ ഗൈസ്. കണ്ട ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നമ്മുടെ ഫ്രൈഡേക്ക്. പക്ഷെ ഈ 2 സൈഡിലും ഒടിച്ചിട്ട് മാറ ലുക്കായിട്ട് അച്ഛൻ പറയാം നശിപ്പിച്ചെന്ന്. നോ വേ ഗൈസ്, എന്ത് ചെയ്യാനാണ്? കളർ സെൻസ് ഇല്ലാത്ത ഡാഡി. പുതിയ ഐഫോൺ ഉണ്ടല്ലോ, വിഷയമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഓ ടച്ച് ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആണ്. ഇപ്പൊ ഇതാണെങ്കിൽ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇത് കണ്ട. പിന്നെ ക്യാം ആണെങ്കിലും ഓ മോനെ വിഷയം ക്യാമാണ് കേട്ടോ. എന്താ ക്യാമറ, അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമാറ്റിക് എന്ന് പറയുന്ന മോഡാണ്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, ലൈക്ക് ബ്ലർ ചെയ്യേണ്ടൊക്കെ എടുക്കാം ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതേ കണ്ട, ആ ഗ്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് കേട്ട ഫുള്ളിങ്ങനെ ബ്ലറായിട്ടിരിക്കണം കേട്ട. ഓ മാൻ, വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം കേട്ട, ഒരു രക്ഷയില്ല. പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നെ ഡിസൈൻ വൈസ് ആണെങ്കിലും നൈസ്, ചെറിയൊരു സോപ്പോട്ട് ലുക്ക് ഉണ്ടെങ്കിലും അടിപൊളിയാണ്. ഇത് നമ്മൾ ഗൂഗിൾ ബോയ് വന്നിരിക്കുകയാണ്. ഗൂഗിൾ ബോയ് എടാ, എന്താണ് പരിപാടി എന്നറിയോ? നമ്മളിന്ന് ഡീക്രോം ചെയ്യാൻ പോവാണ് നമ്മുടെ കാറിന്, ബിഗ് ബോയ് ഫ്രണ്ടില്. എന്താണ്, വാട്ട് ഈസ് യുവർ സജഷൻ? സജഷൻ ഉണ്ട്, എനിക്കും താല്പര്യമുള്ള പരിപാടിയാ. നല്ലതായിരിക്കും, ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇത് വ്യത്യാസമൊന്നും ഇല്ലല്ലോ 12 ആയിട്ട്? ഉണ്ട്, റിഫ്രഷ് റേറ്റിന് വ്യത്യാസമുണ്ട്, പിന്നെ ക്യാമറക്ക് വ്യത്യാസമുണ്ട്, സെൻസർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്. കാണാനൊരു വ്യത്യാസം, കാണാൻ ചെറിയൊരു പൊട്ടിക്ക് എന്തോ വലുതാണ്, എന്തോ ഒരു ഡയമെൻഷനിൽ എന്തോ വെയിറ്റും കുറവാണ്. വെയിറ്റ് 12 Pro-ക്കാളും കുറവാണ് കേട്ടോ, 30 Pro. പക്ഷെ ഇത് ഇത്തിരൂടെ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തിരൂടെ വലിയ ഡിഫറൻസ് ഇല്ലേലും പക്ഷെ ഒരു രസമുണ്ട്. വ്യത്യാസം തോന്നുന്നില്ല കണ്ടിട്ട്, പക്ഷെ ഒരു രസമുണ്ടാ. വോൾ പേപ്പർ ഒക്കെ വേറെ. Last year I thought about how things can come around just like that if everyone is here to celebrate one day. We have our ups and downs, but when there's love there's always a way. And oh, this time of year we come together to celebrate. ഗായ്സ്, നമ്മുടെ ചെറുക്കൻ ഇവിടെ മാരക പണിയിലാണ്. ഇപ്പം എൻ്റെ വണ്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഈ നാട്ടുകാർ മൊത്തം എന്നെ തെറി വിളിക്കും, പിന്നെ അത് തെറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് നാളെ രാവിലെ എന്തായാലും ഞാൻ വരാം, അടിപൊളിയാക്കി സെറ്റാക്കി തന്നെ. നോക്കി പറയണം. ഓക്കെ. എന്തായാലും ഇന്ന് നമുക്കത് ഡീക്രോം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ iPhone 30 Pro Max അതിന് സ്ക്രീൻ കാർഡും ഇല്ല, കവറും ഇല്ല, എങ്ങനെ താഴത്തെ കൂടെ പൊട്ടിയാല. അതുകൊണ്ട് നമുക്ക് കവറും സ്ക്രീൻ കാർഡൊക്കെ ഒടിച്ചിട്ട് വരാം ഗൈസ്. പിന്നെ ഇന്ന് എന്ത് ചൂടളിയാ, 2 ദിവസമായിട്ട് എന്നാ ചൂടാണ്. ഞാനിന്ന് കുളിച്ചിട്ട് വെള്ളത്തിന് വരെ പൈപ്പിന്ന് വരെ ചൂടുള്ളൂ. സത്യമായിട്ട് ഞാനിപ്പോ രാത്രി എങ്ങനെ കിടക്കണം അറിയാവാ? എടാ, ഡെയിലി സത്യം പറഞ്ഞാൽ ഞാൻ തുണിയില്ലാണ്ടാണ് രാത്രി കിടന്ന് ഉറങ്ങണത്. കാരണം ഞാൻ അങ്ങനെ കൊച്ചിലോട്ട് അങ്ങനെ ശീലിച്ചിരിക്കണം. ഞാൻ സത്യമായിട്ട് ഞാൻ പണ്ടത്തുള്ള വീഡിയോ ഒക്കെ അതും പറഞ്ഞു, ഞാൻ തുണിയില്ലാണ്ടാണ് കിടന്നത്. എടാ തുണിയില്ലാണ്ട് കിടന്ന് നോക്ക്, നല്ല രസം കിടന്നുറങ്ങാൻ. ട്രൈ ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ കിടന്നുറങ്ങണം. അപ്പൊ ഈയിടെ ആയിട്ട് ഒരു 2-4 ദിവസം കൊണ്ട് അങ്ങനെ കിടന്നിട്ട് പോലും ഒട്ടുക്കത്തെ ചൂട്. ഞാൻ പിന്നെ എന്ത് കുടിക്കാൻ രാത്രി വെള്ളം സൈഡ് എടുത്ത് നോക്കുവേ.
കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം മേത്തോട്ടെടുത്ത് ഇങ്ങനെ കമത്തും മൊത്തത്തിൽ ഞാൻ മറ്റേ വെള്ളത്തിൽ കുളിച്ചങ്ങ് കിടന്നേക്കും. എന്നിട്ടും വെള്ളമൊക്കെ പറ്റിപ്പോണ്ട, അത്രക്ക് ചൂട്. ഒരു 2 റൗണ്ട് വെള്ളം മേത്ത് തളിച്ച് കഴിയുമ്പോൾ നൈസായിട്ട് പിന്നെ എങ്ങനെയാണ്ട് കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ ചിലത് തോർത്തൊക്കെ നനച്ച് അങ്ങ് മേത്തിട്ടേക്കും. അത്രക്ക് ചൂടെന്ന് ഈയിടെയായിട്ട്. ആ പുതിയ വീട്ടിലോട്ട് മാറിട്ട് ഒരു AC വാങ്ങാൻ ആലോചിക്കുവാണ്. പിന്നെ എപ്പോഴും AC ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കണം. നമ്മളൊക്കെ ആവട്ടെ, നമ്മള് വെയിലും ഇതൊക്കെ കണ്ട് ജീവിക്കട്ടെ അളിയാ. ആടെ 38 കണ്ട ഇന്ന് ആലപ്പുഴയില് ചൂടാ ആണെന്ന് തോന്നുന്നു. വെതർന്ന് നോക്കിയാ നല്ല ചൂടാ. ഇതിനകത്ത് 33 ഡിഗ്രി സെൽഷ്യസ് കാണിക്കണം. അടിപൊളി. കാറിനകത്ത് കാണിക്കും 33 ഡിഗ്രി സെൽഷ്യസ്. അത് പുറത്തെ ടെമ്പറേച്ചർ ആണെന്ന് തോന്നുന്നു. ഇവിടെ കാണിക്കണണ്ട. ആ കാണും. ഇപ്പൊ എത്ര മണി? 3 മണി ആകാറായില്ലേ? ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4-6 ആയിരിക്കും. അങ്ങനെ നമ്മൾ 2 കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഒരു പർപ്പിൾ, ഇത് പർപ്പിൾ അല്ലേ അളിയ? ആ, ഒരു പർപ്പിളും പിന്നെ ഒരു ബ്ലൂ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓ പൊളി. അപ്പൊ നിങ്ങൾ പറയണം ഇതിൽ ഏതാണ് നമ്മുടെ iPhone 13 Pro Maxന്റെ പൊളിയെന്ന്. പക്ഷെ പേഴ്സണലി എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ട. ഇപ്പൊ നല്ലൊരു പ്രീമിയം ഫിനിഷ്. ഓൾറെഡി ഫോൺ തന്നെ പ്രീമിയം ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരു ഇപ്പൊ ഇതിലൂടെ ഒരു ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റായി. നീ വാങ്ങില്ലേ? ഞാൻ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് ഒരു കവറും വാങ്ങി. ലെതറാണോ സാധനം? ലെതറിന്റെ ഒരു കവറും വാങ്ങി. ഓ യാ ബോയ്. നമ്മള് കടട ആദ്യം ഒരു ചെക്കൻ ഓടി വന്നു വെച്ചാൽ നമ്മുടെ കട്ട സബ്സ്ക്രൈബർ ആണ്. മുത്തതിന്റെ പേര് പറയണം. അനന്തശിവൻ. എന്ത്? അനന്തശിവൻ. അനന്തശിവൻ. ഓ അടിപൊളി. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ 12th SDVയില്. എങ്ങനെ സ്പോട്ട് ചെയ്ത്? ഞാൻ ആ വണ്ടി കണ്ടപ്പോ നമ്മുടെ ബിഗ് ബോയ് പുറത്ത് കിടപ്പുണ്ട്. എങ്ങനെ വണ്ടി എങ്ങനെയുണ്ട്? മിസ് ചെയ്യാൻ പറ്റുമോ? അടിപൊളിയല്ലേ? പിന്നല്ല. പിന്നല്ല. അടിപൊളിയല്ലേ? ഓ, അപ്പൊ എന്റെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എന്റെ വ്ലോഗ്സിനെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, തേർഡ് ഗിയർ സെൻട്രൽ. അതിനും കൂടെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എടാ അതിന്റെ കുഴപ്പമില്ല, ഫോളോ ചെയ്തേക്ക്. ഓക്കെ, ഒരു ചെറിയൊരു കാറിന്റെ പേജാണ്, തേർഡ് ഗിയർ സെൻട്രൽ എന്ന പേര്. അടിപൊളി. അപ്പൊ എന്തായാലും കണ്ടത് സന്തോഷമുണ്ട്. വീഡിയോസ് ഒക്കെ ഇനി കണ്ട കാണണം. ഓക്കെ, ബ്രോ. താങ്ക് യു. ബൈ. ഫാൻസ് അല്ല, ഐ ഡോണ്ട് ലൈക്ക് ടു കോൾ ദം ഫാൻസ്. ഓക്കെ, ബൈ ദ വേ എനിക്ക് ഫാൻസ് എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. എന്റെ ചങ്ക് സബ്സ്ക്രൈബർ ബഡീസ് എന്ന് വിളിക്കണതാണ് എനിക്കിഷ്ടം, അല്ലേ? അതാണ്. അല്ല, ഫാൻസ് എന്ന് പറയുമ്പോൾ ഒരു അകൽച്ച ഒരു ഫീൽ വരും. നമ്മുടെ സബ്സ്ക്രൈബർ ബഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചോട് ചേർത്താണ് ഇരിക്കണ കേസ്. ഞാൻ പറയാം, നിങ്ങൾ എന്റെ ഫാമിലിയാണ്. നമുക്ക് 2 സബ്സ്ക്രൈബർ ബഡീസിനെ കിട്ടിയിരിക്കുകയാണ്. മുത്തുക്കളെ പേര് പറ. അഭിഷേക്. അഭിഷേക് വീഡിയോസ് കാണാറുണ്ടോ? പിന്നെ അടിപൊളിയല്ലേ? പിന്നെ ഓക്കെ, അപ്പൊ ഇനിയും കേട്ടൊക്കെ കാണണം കേട്ടാ. വണ്ടിയൊക്കെ സെറ്റായി. വണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വണ്ടി പൊളി. ഞങ്ങള് ഭയങ്കര ഫാൻസ് ആണ്. നിങ്ങളെ ഫാൻ എന്ന് പറയണ്ടല്ലേ, ചങ്ക് ബ്രോ. അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. മറ്റേ ഇങ്ങനെ തുറന്നു കാണിക്കാൻ വിട്ടായിരുന്നില്ല.